ദക്ഷിണ അമേരിക്കയിൽ നിന്നും വന്ന ഒരു മനോഹരമായ വള്ളിച്ചെടിയാണ് മാൻഡിവില്ല പ്ലാന്റ്. നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഈ ഒരു വള്ളിച്ചെടി കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു പ്ലാന്റ് തന്നെയാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ അല്ലെങ്കിൽ നല്ല ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റിലാണ് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് തഴച്ച് വളരുന്നത്. മാൻഡിവില്ല പ്ലാന്റിന് പോട്ടി മിക്സ് ആയിട്ട് ഗാർഡൻ സോയിൽ, കൊക്കോപീറ്റ്, കമ്പോസ്റ്റ് ഇവ 1:1:1 എന്ന അനുപാതത്തിൽ നൽകാവുന്നതാണ്. കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൗഡങ്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ്, ജൈവിക കമ്പോസ്റ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഫസ്റ്റിൽ തന്നെ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേറെ ഒരുപാട് വളങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് 15 ദിവസത്തിലൊരിക്കൽ ലിക്വിഡ് ഫെർട്ടിലൈസർ സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ നോർമലി എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുന്ന ഫെർട്ടിലൈസറായ 90-90-90 NPK ഫെർട്ടിലൈസറും നമുക്ക് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻറ്റും കൂടെ 15 ദിവസത്തിലൊരിക്കൽ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ കുലകുത്തി പൂക്കൾ ഉണ്ടാകുന്നതായിരിക്കും. അതുകൂടാതെ നമുക്ക് പച്ചച്ചാണകമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ 3 ദിവസം അവ ഒന്ന് പുളിപ്പിച്ച ശേഷം അതിൻ്റെ ഒരു തെളി എടുത്തിട്ട് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അണുബാധ ഉണ്ടാവില്ല. നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതിനും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കുന്നതിനൊക്കെ അത് സഹായകമാകും. പൂക്കൾ കൊഴിയുന്നതിനനുസരിച്ച് കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പടർന്നു പോവാതെ നമുക്ക് ബുഷായിട്ട് അങ്ങനെ നിർത്താനും സാധിക്കുന്നതാണ് ഈ ഒരു സിന്തേരി മാൻഡിവില്ല പ്ലാന്റ്. നനവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പോട്ട് മിക്സ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ മാത്രം നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ടിൽ തന്നെ പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലാന്റിൽ ഈ ചെടിയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ റൂട്ട് റോട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നനവിൻ്റെ കാര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവയുടെ പൂക്കൾ ട്രംപറ്റ് ആകൃതിയിൽ ഒരു കാഹളം പോലെയാണ് കാണപ്പെടുന്നത്. പിങ്ക്, വൈറ്റ്, റെഡ് ഈ 3 നിറങ്ങളിലാണ് ഉള്ളത്. ഈ 3 നിറങ്ങളും നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടല്ലോ. ഇതുപോലെ ചില ചെടികളിലൊക്കെ പൂക്കളായി തുടങ്ങിയിട്ടുമുണ്ട്. ഈ സൈസിൽ നമ്മൾ ട്രേയിലുള്ള പ്ലാന്റ്സുകളാണ് സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത്. ട്രേ പ്ലാന്റ്സ് ആണെങ്കിലും തീരെ ചെറിയ പ്ലാന്റ്സുകളൊന്നുമല്ല, നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല സൂപ്പർ പ്ലാന്റ്സുകൾ തന്നെയാണ്. അധികവും വള്ളി വീശി തുടങ്ങിയ പ്ലാന്റുകൾ തന്നെയാണ്. കൊക്കോപീറ്റിലാണ് ഈ പ്ലാന്റ് നമ്മൾ റൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ട്രേയിൽ നിന്നും എടുത്ത് പേപ്പറിൽ പൊതിഞ്ഞ് റോൾ ചെയ്താണ് അയച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് റീപ്പോർട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും. അതേപടി ആ ഒരു കൊക്കോപീറ്റോട് കൂടെ തന്നെ നിങ്ങൾക്ക് റീപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ആ കറക്റ്റ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. ചില കളേഴ്സ് മാത്രം ഒരുപാട് വള്ളിയായിട്ടുള്ള ഇതിൽ നിങ്ങൾക്ക് കാണും പറയാം. എന്നാലും ഒരു 5-6 ലീഫൊക്കെ ആയി നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് എല്ലാ കളേഴ്സിലും ഉള്ളത്. നിങ്ങളുടെ അടുത്തുള്ള ഗാർഡൻ സോയിൽ അല്പം വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ ഒരു ടൈറ്റായിട്ട് ഒരു ചെളി രൂപത്തിലുള്ള മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിൽ കൊക്കോപീറ്റിൻ്റെ അളവ് കൂടുതലായി ചേർക്കുക, അതല്ലെങ്കിൽ അല്പം ലീഫ് മോൾഡ് കരിയില പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് വേരോട്ടം കിട്ടുന്നതിനും വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നതിനൊക്കെ അത് സഹായകമാകും. ചിലരൊക്കെ മണൽ ചേർക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് പൂഴിമണൽ ആഡ് ചെയ്യാം, പക്ഷെ അതിൽ നിന്നും പ്ലാന്റിന് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാത്തത് കൊണ്ടാണ് ലീഫ് മോൾഡ് ചേർക്കാനോ അല്ലെങ്കിൽ കൊക്കോപീറ്റ് ചേർക്കാനോ പറയുന്നത്. ഇതുപോലെ ട്രേകളിൽ അടയാളപ്പെടുത്തിയിട്ടാണ് പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത്. ഓരോ കളേഴ്സും ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് വീടുകളിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് 5 to 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ അയക്കുന്നതായിരിക്കും. അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ എടുത്തു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ സമയത്ത് പ്ലാന്റ് തീരെ റിക്കവറായി വരാത്ത രീതിയിലുള്ള ഡാമേജൊക്കെ ആണെങ്കിൽ പുതിയ പ്ലാന്റ്സ് നിങ്ങൾ വേറെ എന്തെങ്കിലും എടുക്കുന്ന കൂടെ പുതിയ പ്ലാന്റ് അയച്ചു തരികയോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും. ഈ മാൻഡിവില്ല കോംബോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.